നമ്മളിപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 3 വർഷത്തിന് ശേഷം അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ റൂൾസ് പ്രകാരം നമ്മളൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു, ആദ്യത്തെ 2 വർഷം ഓപ്പറേഷൻസോ ട്രാൻസാക്ഷൻസോ ഒന്നും കാര്യമായിട്ട് നടന്നില്ല എന്ന് വെച്ചിട്ട് അതിനെക്കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ 3rd ഇയറിൽ നിങ്ങൾ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താലും മതി. അപ്പോൾ ഈ കമ്പനിയുടെ ഓഡിറ്റിങ്ങും ഫയലിങ്ങും എല്ലാം 3rd ഇയർ മുതൽ നമ്മൾ ചെയ്താൽ മതിയോ? അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം പലർക്കും പെനാൽറ്റി വന്നിട്ടുള്ളൊരു കേസും കൂടിയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 2 വർഷം ഓപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിലും കമ്പനിക്ക് കുറച്ച് ഫോമുകളുണ്ട്, AOC4, MGT7, DPT3, ADT1 എന്നൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഈ ഫോമുകൾ റെസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. അത് കമ്പനി ആണെങ്കിലും പിന്നെ LLP ആണെങ്കിൽ LLPയുടേതായ ഫോംസ് ഉണ്ട്. അപ്പോൾ ആ ഫോമുകൾ എന്തായാലും നമ്മൾ ഫയൽ ചെയ്യണം, ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഓപ്പറേഷൻസോ ഇല്ലെങ്കിൽ. നമ്മളിപ്പോൾ കൃത്യസമയത്ത് ഈ ഫോംസ് എല്ലാം ഫയൽ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ കോംപ്ലയിൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിന് പെനാൽറ്റീസ് വരലുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, അതായത് കമ്പനി തുടങ്ങി കൃത്യമായിട്ട് ഫോളോ അപ്പ് ഇല്ലാതെ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ട് ഇത് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഫോമുകൾക്ക് വളരെ മിനിമൽ ഫീസേ ഉള്ളൂ, 400, 500, 600 ആ റേഞ്ചിൽ. പക്ഷേ ഇത് കൃത്യമായിട്ട് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെർ ഡേ ഈ എമൗണ്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ 400 എന്ന് പറയുന്ന വാല്യൂ ഉള്ളത് ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും അത് 1 lakh പെനാൽറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ലീഗൽ റെപ്രിക്കഷൻസ് അല്ലെങ്കിൽ പെനാൽറ്റീസ് വരാൻ സാധ്യതയുണ്ട് കമ്പനിക്ക്. അതുപോലെ തന്നെ ഈ ഡയറക്ടേഴ്സിന് എന്തെങ്കിലും പെനാൽറ്റീസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഡയറക്ടേഴ്സിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ റീസെൻ്റായിട്ട് നമ്മൾ ന്യൂസ് ശ്രദ്ധിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ന്യൂസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും പോപ്പപ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഡയറക്ടർക്ക് ഇത്ര രൂപ പെനാൽറ്റി ഇട്ടു. ഇപ്പോൾ വെരി റീസെൻ്റായിട്ട് ഒരു കമ്പനിയുടെ 3 വർഷത്തെ ഫയലിംഗ് ചെയ്യാത്തതുകൊണ്ട് ഡയറക്ടേഴ്സിന് 8 ലക്ഷം രൂപ വെച്ചിട്ട് പെനാൽറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെനാൽറ്റീസൊക്കെ MC എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല 3 വർഷം ഫയൽ ചെയ്യാത്തൊരു കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ അയാൾ ഡയറക്ടർഷിപ്പ് വഹിക്കുന്ന എല്ലാ കമ്പനികളിൽ നിന്നും അയാൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡയറക്ടർഷിപ്പ് വെക്കേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കമ്പനിക്കുണ്ട്. പക്ഷേ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിനെപ്പറ്റി ഇൻഫോംഡ് അല്ല, കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫയലിംഗ് എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു പ്രൊഫഷണൽ ടീമിനെ വേണം നിങ്ങൾ ഏൽപ്പിക്കാൻ. അല്ലാത്ത പക്ഷം കമ്പനി ആയിക്കോട്ടെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ പിന്നീട് വലിയ ബുദ്ധിമുട്ടിലേക്ക് വന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.